which was very yummy. But നമ്മൾ തിരിച്ചു പോകണ വഴി മെട്രോയിൽ വെച്ചിട്ട് ആളെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് ആൾക്കറിയാം. അവിടെ 4 ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു, വിച്ച് വാസ് എഗെയിൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞ ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു, 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. ആള് പിന്നെ ഫുൾ ടൈം എന്റെ ബാഗ് കയറി ചെയ്യും, ആ ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു മോളിൽ പോയിട്ട് അവിടെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. പലവിധ ടെസ്റ്റുകളെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ്, രക്തം, കഫം, മൂത്രം, മലം ടെസ്റ്റ്, അങ്ങനെ പലതും. പക്ഷെ ബോയ് ഫ്രണ്ട് ടെസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. സംഭവം മറ്റൊന്നല്ല, ഇൻസ്റ്റാഗ്രാമിൽ കൃഷ്ണപ്രിയ എന്ന പേരുള്ള ഒരു പെണ്ണുണ്ട്. ചെറിയൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്നോ ഇൻഫ്ലുവൻസർ എന്നോ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം. കൃഷ്ണപ്രിയക്ക് അത്രയധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ആളുകൾ ചെയ്യുന്ന കണ്ടന്റുകൾക്കെല്ലാം അത്യാവശ്യം റീച്ച് പോകുന്നുണ്ട്. അങ്ങനെ വൈറലായ കണ്ടന്റുകൾ എന്താണെന്നല്ലേ, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ടിൻഡർ ആപ്പ് പോയി പരിചയപ്പെട്ട ഒരുത്തനെ നേരിട്ട് മീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ടന്റ് തുടങ്ങുന്നത്. പിന്നീട് ആ ചെക്കന്റെ കൂടെ കറങ്ങുന്നതും ബോയ് ഫ്രണ്ട് ടെസ്റ്റ് നടത്തുന്നതും ഒക്കെയായി 3-4 പാർട്ട് വീഡിയോകൾ കൃഷ്ണപ്രിയ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കണ്ടു തന്നെ അറിയാം. ഹലോ എവ്രി വൺ, കം വിത്ത് മീ ഫോർ എ ടിൻഡർ ഡേറ്റ്. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബോയിനെ മീറ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ആൾ എന്നോട് രണ്ടാമതൊരു മീറ്റിന് വേണ്ടി ചോദിച്ചു. ആൻഡ് ഐ വാസ് ലൈക്ക് വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. ആൾ കുറെ ദൂരം നിന്നാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ആൾ ലിറ്ററലി ആളുടെ വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. ദാറ്റ് വാസ് വെരി കെയറിംഗ്. എന്ത് പറയാൻ പറ്റും, മെൻ ഇൻ ലവ്. ആൻഡ് അത് കെയറിങ് ആയതുകൊണ്ടൊന്നല്ല, നിന്നെയും കൊണ്ട് ഹോട്ടലിൽ കയറി കഴിഞ്ഞാണെങ്കിൽ നീ മുടിപ്പിക്കുമെന്ന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. ആക്ച്വലി അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതൊന്നുമല്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പുറത്തെ തട്ടുകടയിൽ നിന്ന് പാർസൽ വാങ്ങിയതാണ്. പക്ഷെ തട്ടുകടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് നിന്നോട് പറയാൻ പറ്റൂലല്ലോ. പറഞ്ഞ ഏട്ടായി ഒട്ടും കെയറിങ് അല്ലാന്ന് നീ തെറ്റിദ്ധരിച്ചാലോ. എന്തായാലും ബാക്കിയുടെ ഉണ്ടോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലു മോളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലു മോളിലെ സാധനങ്ങളുടെ വില എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ്, ഇത് കുനാഫയാണ്, ഇത് ചീസ് കേക്ക്, ഇതും വേറെ കപ്പ് ചീസ് കേക്ക് ആണ്. അങ്ങനെ കുറെ സാധനങ്ങൾ, പേസ്ട്രീസ് ഒക്കെ ജസ്റ്റ് ബിലോ 100 ആണ്. അതുപോലെ ഇങ്ങനത്തെ കേക്ക്സ്, ചീസ് കേക്ക്, കപ്പ് കേക്ക് എല്ലാം ബിലോ 100 ആണ്. ഇതുപോലത്തെ പ്ലം കേക്ക് വാസ് 150 rupees. പിന്നെ ഇതുപോലത്തെ സാധാരണ ലഡു, ജിലേബി, അങ്ങനെ കുറെ ഐറ്റംസ്, കുറെ ഫുഡ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഡോണറ്റ് ഒക്കെ 40 rupees ആണ്. എന്നെ കുറെ സർപ്രൈസ് പറഞ്ഞാൽ ചെക്കനെ മുടിപ്പിച്ച് കിട്ടുന്നില്ലേ. ഒന്ന് ഹോട്ടലിൽ പോലും കയറ്റാതെ കൊണ്ട് നടന്നതേനു. പക്ഷെ ലുലുമാളിൽ കയറി പണി കിട്ടി. വില നോക്കാനെന്നും പറഞ്ഞ് ഓരോന്ന് എടുത്തെടുത്ത് ആ ചെക്കനെ അങ്ങോട്ട് മുടിപ്പിച്ച് വിട്ടു. പാവുണ്ടല്ലേ. ബാക്കി പറഞ്ഞാലും ഒരു ലസാനിയ മേടിച്ചു. ഇറ്റ് വാസ് ലൈക്ക് 150 rupees. ആൻഡ് നമ്മൾ രണ്ടാമത് ചൂടാക്കിയത് ചൂടില്ലാത്തതുകൊണ്ട് അപ്പൊ അത് ഭയങ്കര മെസ്സി ആയിട്ട് മാറി. പക്ഷെ ഇറ്റ് വാസ് വെരി ടേസ്റ്റി. ആൻഡ് ഡേറ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആള് ഭയങ്കര ഷൈ ആയിരുന്നു. ലൈക്ക് ഞാനായിരുന്നു എന്നോടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, ഞാനായിരുന്നു എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും ആലോചിച്ചു ലൈക്ക് ബോയ്സ് ഒക്കെ ഷൈ ആണോ എന്ന് വരെ ആലോചിച്ചു. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഹി വാസ് വെരി കെയറിംഗ് ആൻഡ് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ടുഗദർ. ഒന്നും സംസാരിക്കാതെ തന്നെ ഇങ്ങനെ. അപ്പൊ പിന്നെ വല്ലതും സംസാരിക്കും കൂടി ചെയ്താ നീ ആധാരം വരെ അടിച്ചോണ്ട് പോകുന്ന അവന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ചെക്കനൊന്നും മിണ്ടാത്ത ശൈയായി അഭിനയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി 2-3 ബോയ് ഫ്രണ്ട് ടെസ്റ്റുകളും കൂടി ഉണ്ട് മക്കളെ. മുട്ടൻ കോമഡിയാണ്. വാ കണ്ടോക്കാം. Come with me for a Tinder date gone wrong. So last 2 വീഡിയോസിൽ ഞാൻ ടിൻഡറിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ബോയുടെ കൂടെ ഡേറ്റിന് പോയതായിട്ട് കണ്ടു. ആൻഡ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഈ മണ്ടം വീണ്ടും വന്നു. ഇവൻ എത്ര കിട്ടിയാലും പഠിക്കൂല എന്ന് തോന്നുന്നു. എന്തേലാവട്ടെ, അവന്റെ പൈസ അവന്റെ സമയം, നമുക്ക് എന്തില്ലേ. ബാക്കി കൂടി കണ്ടി രസിക്കാം. ഈ വട്ടം ഞാൻ ആളെ ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയാനും ആളുടെ മനസ്സിൽ എന്താണ് അറിയാനും കുറച്ച് ശ്രമങ്ങൾ നടത്തി. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ആളിനത് ഫീഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ ആളുടെ ടെസ്റ്റും പാസ്സായി. ഭാഗ്യവാൻ. വന്ന ഉടനെ തന്നെ ഫസ്റ്റ് ടെസ്റ്റും കഴിഞ്ഞു, പാസ്സാവുകയും ചെയ്തു. എന്തായാലും ഇത്തവണയും ഫുഡ് കൊണ്ടുവരാൻ മറന്നില്ലല്ലോ. ആ പൈസ എങ്കിലും ലാഭിക്കാമെന്ന് വെച്ച് കാണുംല്ലേ. പക്ഷെ ഒരു കാര്യമില്ല, അത് ബാക്കി കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആള് പിന്നെ ഫുൾ ടൈം എന്റെ ബാഗ് കയറി ചെയ്യും, ആ ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു മോളിൽ പോയിട്ട് അവിടെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. 799 ഈച്ച് ആണ്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് റെഡ് വൺ ആണ്. ആൻഡ് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമായി. ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. ആൻഡ് അവസാനം ഞാൻ റെഡ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് എന്നെ സർപ്രൈസ് ചെയ്ത് ഒരു 3 ആള് വെയിറ്റ് ചെയ്തു. ആളെ ലിറ്ററലി ബ്ലാക്ക് മൂഡ് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. ആൻഡ് ടോട്ടൽ 1500 ആ ഷോപ്പിംഗ് ടെസ്റ്റും കൂടി ആൾ പാസ്. പൊട്ടനെന്ന് പറഞ്ഞ മരപ്പൊട്ടൻ. ആ റെഡ് ഡ്രസ്സും കൂടി വാങ്ങുന്നത് എങ്ങനെയെങ്കിലും മുടക്കാനുള്ളതിന് പകരം ബ്ലാക്ക് ഡ്രസ്സും കൂടി വാങ്ങിച്ചു കൊടുത്തേക്കുന്നു. ഇവനെ പോലുള്ളവന്മാരൊക്കെയാണ് ആണുങ്ങളെ പറയിപ്പിക്കുന്നത്. ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് ഇനി അനുഭവിക്കാനുള്ളത് ബാക്കിയുള്ള പാവം കാമുകന്മാരാണ്. ഈ റീലൊക്കെ കണ്ട് ഓരോ എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കും ഇനി പെണ്ണുങ്ങൾ കാമുകന്മാരുടെ കൂടെ ഷോപ്പിങ്ങിന് പോവുക. നേരത്തെ തന്നെ കെട്ടിയത് നന്നായി, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. ബാക്കി പറഞ്ഞാലും എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് ആൾക്കറിയാം. അവിടെ 4 ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു, വിച്ച് വാസ് എഗെയിൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞ ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു, 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ടെസ്റ്റ് ആണ്. ഈ ആൾ എനിക്ക് വേണ്ടി 0 sugar ആണ് ചൂസ് ചെയ്തത്. ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ എനിക്ക് കാര്യം എടുത്ത് വെച്ചു. പിന്നെ അവിടെ ഞാൻ ഹണി കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ അതും മേടിച്ചോളാം. 0 sugar സ്പ്രൈറ്റ് മേടിച്ചു കൊടുത്ത് ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. ഡയറി മിൽക്കും ബർഗറും ബേക്കറിയും ഒക്കെ പിന്നെ നല്ലോണം ഹെൽത്തി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കയ്യിൽ ഷുഗർ ഫ്രീ സ്പ്രൈറ്റും മറ്റേ കയ്യിൽ ഫുൾ ഷുഗർ ലോഡഡ് ഐറ്റംസും. ഒരു പ്രത്യേക തരം ഹെൽത്തി ടെസ്റ്റ് ആണ് കുട്ടി നടത്തിയതെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കുട്ടി നടത്തുന്ന ടെസ്റ്റും പാസ്സാവാൻ വലിയ പണിയൊന്നുമില്ല. കയ്യിൽ കുറച്ചധികം കാശുണ്ടായാൽ മാത്രം മതി. എന്തായാലും ബാക്കി കണ്ടോക്കാം. എനിക്ക് ക്യാരി ചെയ്യാൻ
പറ്റുന്നുണ്ട് എല്ലാ ആളുകളിൽ കൊടുത്തു. ഫൈനൽ ടെസ്റ്റ് ആണ്. ആളെന്നെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ബിൽ ടെസ്റ്റും പാസ്. ആഘോഷിച്ചാട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ഇതായിരുന്നു. നമ്മുടെ ഏട്ടായി അതും പാസ്സായിരിക്കുന്നു. എല്ലാരും സന്തോഷിച്ചാട്ടെ. എന്നാലും എന്ത് മൊണ്ണയാണില്ലേ നമ്മുടെ ഏട്ടായി. ബാക്കി പറഞ്ഞാലും ആൻഡ് നമ്മൾ ഇത് പിന്നെ ഒരു കേക്കും കൂടി മേടിച്ചു. 90 rupees ആയിരുന്നു, വിച്ച് വാസ് വെരി യമ്മി. ആൻഡ് നമ്മൾ തിരിച്ചു പോകണ ഒരു മെട്രോയിൽ വെച്ചിട്ട് ആളെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആണ്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഏട്ടായിക്ക് വേണ്ട ഒരു സുഖം ഒന്നില്ലെങ്കിൽ ഇത്രയും പൈസ ഒക്കെ ചെലവാക്കിയതല്ലേ, ഒരു സ്പർശന സുഖമെങ്കിലും കിട്ടണ്ടേ. അങ്ങനെ കണ്ടാൽ മതി. ബാക്കി പറഞ്ഞാലും ഫസ്റ്റ് ടച്ച് ആയിരുന്നു. എനിക്കത് ഭയങ്കര നാണം വന്നു. ബട്ട് ഓൾ ടുഗദർ ഇറ്റ് വാസ് വെരി ഫൺ. പിന്നെ ആളിന്റെ ടെസ്റ്റുകളൊക്കെ പഴമൊക്കെ കുത്തി കയറ്റി കൊടുക്കുന്നുണ്ടല്ലോ. ഡയറക്ടർ ബ്രില്യൻസ് ആണെന്ന് തോന്നുന്നു. ഞാനൊന്നും പറയുന്നില്ല. ബാക്കി പറഞ്ഞാലും ടെസ്റ്റുകളൊക്കെ പാസ്സായി. ലൈക് ബോയ്സ് ഒക്കെ ഗ്രീൻ ഫ്ലാഗ് ആണോ എനിക്കറിയില്ല. ബട്ട് ദിസ് ഗൈ ഐ തിങ്ക് ഐ വിൽ ഗോ ഫോർ എ ഡേറ്റ് വിത്ത് ഹിം അഗൈൻ. ഓഹോ, ഇനിയും അവന്റെ കൂടെ ഡേറ്റിന് പോകണം പോലും. ആ ചെക്കൻ ആധാരം പണയം വെച്ച പൈസയാണ് ഡേറ്റിന് വേണ്ടി മാത്രം ചെലവാക്കിയത്. ഇനിയൊരു ഡേറ്റും കൂടി വേണമെന്ന് പറഞ്ഞാൽ അവന്റെ കിഡ്നി ഒരു വിൽക്കേണ്ടി വരും. ആക്ച്വലി നമ്മുടെ ഏട്ടായി അതിനും തയ്യാറാണ്. അടുത്ത വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആള് ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബിക്കോസ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഈ ആസ്മി അഗൈൻ എന്നൊക്കെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അറിഞ്ഞുകൊണ്ട് ഒരാൾ പിന്നെയും കൂയി ചെന്ന് ചാടി കൊടുക്കും. ഇത് മിക്കവാറും അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയത് അവനെ ചാൻസ് ഉള്ളൂ. എന്തായാലും ഏട്ടാൻ്റെ ഒരു കിഡ്നി പോയി എന്ന് ഉറപ്പായി. ബാക്കി ഉണ്ടോക്കെ എന്തായാലും ഫസ്റ്റ് ഫീഡിങ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ഏട്ടായി ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. ഈ പ്രത്യേക തരം കെയറിംഗ് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ ഇനി മുതൽ നമുക്ക് പുള്ളിക്കാരനെ ഏട്ടായി എന്ന് വിളിക്കണ്ട, ഭായ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ബയ്യായി എന്ന് വിളിക്കാം. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? ബാക്കി ഉണ്ടോക്കാം. ടെസ്റ്റ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് സീറോ ഈഗോ. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളൊരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് തുടങ്ങാനുള്ള ഒരു പരിപാടി ഉണ്ട്. എല്ലാവിധ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകളും പാസ്സാവാനുള്ള ട്രെയിനിങ് ആണ് ഈ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏട്ടായിമാരായിരിക്കും ക്ലാസ് എടുത്ത് തരാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് കോഴ്സിൽ ചേർന്ന് എല്ലാം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ എനിക്ക് മാത്രം പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞ് കരിഞ്ഞു മെഴുകി നടന്നാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാൻ പോണില്ല. ഈ വീഡിയോക്ക് താഴെ ഏട്ടായി ക്രാഷ് കോഴ്സ് എന്ന് കമന്റ് ഇടുന്ന 100 പേർക്ക് 50% ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് കമന്റ് ഇട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിന് ചേരാനുള്ള പരിപാടി നോക്കിക്കാട്ടെ. ബാക്കി കണ്ടോക്കെന്തായാലും. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോൾ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി ആള് ഫുൾ ടൈം 2 കൈയും എന്റെ ചുറ്റും നിർത്തിയിട്ടാണ് എലിവേറ്ററിൽ ഫുള്ള് ക്യാരി ചെയ്തത്. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. അഫ്കോഴ്സ് ആളെന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. ഈ ടെസ്റ്റ് കൊള്ളാം. അപ്പൊ ഇനി മുതൽ കുട്ടിക്ക് ഇടയ്ക്കിടെ വെയിലത്ത് ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏട്ടായി ഇരുത്തും. അതുകൊണ്ട് സൺസ്ക്രീൻ എപ്പോഴും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അല്ല, ഏട്ടായുടെ സ്പെഷ്യൽ കെയറിംഗ് വേണമെങ്കിലും മതി കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ കെയറിംഗുകളിൽ എങ്ങനെ എക്സ്പേർട്ട് ആവാം എന്നതിനെ കുറിച്ച് ഒരു സ്പെഷ്യൽ ക്ലാസ് തന്നെ നമ്മുടെ ഏട്ടായി ക്രാഷ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് കോഴ്സിന് ചേരാനുള്ള പരിപാടി തുടങ്ങിക്കോളി. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അടുത്തത് വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. അഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. ഇത് നമ്മൾ രാവിലെ തൊട്ട് ഈ ആഫ്റ്റർനൂൺ വരെയുള്ളതാണ്. അടുത്ത പാർട്ടിൽ ആൾ എനിക്കൊരു സർപ്രൈസ് തരുന്നതുണ്ട്. ഓൾ ടുഗദർ പാർട്ട് 1 അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഇനി പാർട്ട് 2 നിങ്ങൾ കണ്ടോക്കൂ. ഈശ്വര, ഇനി പാർട്ട് 2 ഉണ്ടോ? എന്തായാലും കുട്ടി പറഞ്ഞല്ലേ, കണ്ടോക്കാം. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടിൻഡറിന് ഞാൻ പരിചയപ്പെട്ട ഒരാൾ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലും കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഡോർ ഓപ്പണിംഗ് ടെസ്റ്റ് ആണ്. ഒരു വണ്ടിയുമ്പോൾ കയറുമ്പോൾ ആള് ഫസ്റ്റ് എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നിട്ട് ആളിനെ ഫസ്റ്റ് ഗേറ്റിലാണ് അവിടെ ഇരുന്ന്. അങ്ങനെ ആ ടെസ്റ്റ് പാസ്സായി. പിന്നെ ക്വാളിറ്റി ഓവർ കോസ്റ്റ് ടെസ്റ്റ് ആണ്. ആള് വില കുറഞ്ഞ ലോ ക്വാളിറ്റി സാധനം എനിക്ക് വേണ്ടി പിക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അല്ലാൾ വില കൂടിയ സാധനം പിക്ക് ചെയ്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. രണ്ടാമതും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ ആളിനെ അതിന് തടഞ്ഞു. ആ ദേഷ്യത്തിന് ഞാൻ ആളെ ടെസ്റ്റ് ഫെയിൽഡ് ആക്കി വിട്ടതായിരുന്നു. പക്ഷെ ആൾക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് വേറൊരു ചോക്ലേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്രൂവ് ആക്കി വിട്ടു. ആളിനത് ഫീഡ് ചെയ്യിപ്പിച്ചു. ഒരു അൺഎക്സ്പെക്ടഡ് ടെസ്റ്റ് അവിടെ നടന്നു. നമുക്ക് അതിന്റെ ക്ലീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞു വിടാം, കുഴപ്പമില്ല. ഇത്രയും സുഖമുള്ള ക്ലീനിങ് ടെസ്റ്റ് ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും അവന് കിട്ടിയിട്ടുണ്ടാവുക. കിഡ്നി പോരാഎന്താ, ചേച്ചി വിരൽ മുമ്പിൽ ക്ലീൻ ആക്കി തന്നില്ലേ. ഇനി കൈ കണ്ടല്ലോ, സന്തോഷിച്ചാട്ടെ. ബാക്കി ഉണ്ടോക്കെ എന്താ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബൈറ്റ് ടെസ്റ്റ് ആണ്. ലാസ്റ്റ് ബൈറ്റ് ഫുഡ് ആള് കഴിക്കും, ഞാൻ കഴിക്കുമെന്നായിരുന്നു. സർപ്രൈസിംഗിലെ പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ മീ ഓൾവേസ് ആണ്. ഏത് സിറ്റുവേഷനിലും ആളിന്റെ കൈ ഹോൾഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആള് പല വഴിയും കണ്ടെത്തും എന്റെ കൈ ഹോൾഡ് ചെയ്യാൻ.
ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഏട്ടായി വേറെ ഒന്ന് എടുത്ത് കൊടുക്കാഞ്ഞത് വായിക്കും. ആരും കാട് കയറണ്ടേ. ഷെഡിന്റെ ഇലാസ്റ്റിക് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാവുമ്പോ ഏട്ടായിക്ക് കുറച്ച് കാറ്റും കിട്ടും. ചേച്ചിക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ റബ്ബർ ബാൻഡ് വിടുന്നത് പോലെ വലിച്ചു വിട്ട് കളിക്കുകയും ചെയ്യാം. അത് വെറൈറ്റി ആയനല്ലേ. ബാക്കി ഉണ്ടോക്കാം. പിന്നെ എന്റെ ലിസ്റ്റിലൊക്കെ വേറെ ടെസ്റ്റും കൂടെ നടന്നു. അതിന് കൈ പിടിച്ച് ഉമ്മ വെച്ച് എനിക്ക് ഉമ്മ വെക്കാൻ വേണ്ടി തന്നു. അങ്ങനെ കിസ് ടെസ്റ്റും പാസ്സായി. പിന്നെ ക്ലോത്ത് കെയർ ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഡ്രസ്സ് മാറി കിടക്കുന്നത് ശ്രദ്ധിക്കും തന്നെയാണ്. അഫ്കോഴ്സ് എന്നെ ആൾ കവർ ചെയ്യിപ്പിച്ചു. ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹീസ് എ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ. ആൾ ബോയ് ഫ്രണ്ട് ആക്കാൻ വേണ്ടി എല്ലാ ടെസ്റ്റും പാസ്സായി വന്നു. ഞാൻ ലിറ്ററലി ആൾ പിന്നെ പ്രപ്പോസ് ചെയ്ത് ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ആൾ മാത്രം എനിക്ക് ഓരോന്ന് മേടിച്ചു തരുന്നല്ലോ, ഞാൻ ആൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല. പിന്നെ അടുത്ത മീറ്റിലേക്ക് ആൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഒരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുവഴി ഞാൻ ഒരു ടെസ്റ്റും കൂടെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏട്ടായിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് എന്തോ എടുത്ത് വെച്ചിട്ടുണ്ട് പോലും. വല്ല ക്രെഡിറ്റ് കാർഡ് ബില്ലോ മറ്റോ ആയിരിക്കും. പക്ഷെ അത് അടിക്കാൻ ഇനിയിപ്പോ ഏട്ടായി എന്തെടുത്ത് വിൽക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇനി ഈ റീല് കണ്ട് ഗേൾ ഫ്രണ്ടിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കിഡ്നിയും വിട്ട് ആരും ഇനി ഇറങ്ങാൻ നിൽക്കണ്ട. ഇതൊക്കെ വെറും കണ്ടന്റ് മാത്രമാണ്. വൈറലാവാൻ വേണ്ടിയുള്ള ഓരോരോ പരിപാടികൾ. ടിൻഡറിൽ പരിചയപ്പെട്ട ഏതോ മൊണ്ണയൊന്നുമല്ല ചേച്ചിന്റെ കൂടെ ഉള്ളത്. ചേച്ചിക്ക് നല്ലോണം പരിചയമുള്ള ഏതോ ഒരുത്തം തന്നെയാണ്. എന്തായാലും ചേച്ചിയുടെ ഉദ്ദേശം നടന്നിട്ടുണ്ട്. ഈ റീലുകൾ അത്യാവശ്യം വൈറലായി മാറിക്കഴിഞ്ഞു. ഇഷ്ടംപോലെ ട്രോൾ വീഡിയോകളും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കണ്ട ട്രോൾ വീഡിയോകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഉണ്ട്. ഞാൻ അതും കൂടി ഇവിടെ പ്ലേ ചെയ്യാം. ഞാൻ ജെൻഡറിന്ന് പരിചയപ്പെട്ട ഏട്ടായുമായിട്ട് ഡേറ്റിങ്ങിന് പുറത്ത് പോവുക. ഏട്ടായിക്ക് കുറച്ച് ടെസ്റ്റ് കൊടുക്കാൻ പോവാ. കലിപ്പനാണോ നോക്കാൻ. ആദ്യം തന്നെ ഫീഡിംഗ് ടെസ്റ്റ്. ആദ്യം തന്നെ വായി കുത്തിക്ക്. അഫ്കോഴ്സ് ആളെനിക്ക് വെള്ളം പോലും തന്നില്ല. ആള് കൊങ്ങെ പിടിച്ച് ഫുഡ് കുത്തിക്കിരുന്നപ്പോ തന്നെ ഞാൻ ഇംപ്രസ് ആയി. അങ്ങനെ ഫീഡിംഗ് ടെസ്റ്റ് പാസ്. അടുത്തതായി ഒരു ഞരമ്പ് ടെസ്റ്റ് ആണ്. കൂടെ ഇരിക്കുമ്പോൾ പുള്ളിയുടെ ഞരമ്പ് തരം ചില്ലറ കഴപ്പല്ല. ഏട്ടായി ഇത്ര ഞരമ്പ് വേണ്ടോ, ഇച്ചിരി കൂടുതലാണ്. അഫ്കോഴ്സ് പുള്ളി അങ്ങേറ്റം ഞരമ്പിനാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഏട്ടായി ഞരമ്പ് ടെസ്റ്റ് പാസ്സായി. അങ്ങേറ്റ ഈഗോള് ആളാണോ അല്ലേ എന്ന് അറിയാനായിരുന്നു അടുത്ത ടെസ്റ്റ്. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏട്ടായി ലഹരി ഉപയോഗിക്കുന്നുള്ള ടെസ്റ്റ് ആണ്. ഏട്ടായി ജീവൻ കൊടുത്താലും കൂള് കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇംപ്രസ് ആയി. അങ്ങനെ ആ ടെസ്റ്റും പാസ്. ഈ കാണുന്നത് ഒരു വയലൻസ് ടെസ്റ്റാ. പുള്ളി അങ്ങേറ്റം വയലന്റ് ആവും തെളിയിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്തതായി ഒരു സ്മെല്ലിംഗ് ടെസ്റ്റ്. ആള് കുളിക്കാത്ത ആളാണെന്ന് എനിക്ക് അറിയണമായിരുന്നു. കുളിച്ചില്ലേ? അങ്ങനെ ഞാൻ കൊടുത്ത എല്ലാ കലിപ്പൻ ടെസ്റ്റും പുള്ളി പാസ്സായി. ബാക്കി അടുത്ത പാർട്ടി. കൊള്ളാല്ലേ, ഫണ്ണായിട്ടുണ്ട്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചേച്ചി അടുത്ത വീഡിയോക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.